സെയിം ആക്ഷൻ ഡിഫറെൻറ്റ് റിയാക്ഷൻസ്. ഹായ്, ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കാണേ. ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം ഒരു കൂറനെ അല്ലെങ്കിൽ ഒരു പാറ്റനെ കൊല്ലുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ഹീറോ ആയിട്ടാണല്ലേ എല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെ പഴുതാര, തേള് ഇതുപോലുള്ള ജീവികളെയൊക്കെ കൊല്ലുമ്പോൾ എല്ലാവരും നമ്മളൊരു ഹീറോ ആയിട്ട് കരുതും. നീ അത് ചെയ്തു, വെൽ ഡൺ, അങ്ങനെ തന്നെ വേണം, ഇനിയും അങ്ങനെ ചെയ്യണം, അങ്ങനെയല്ലേ പറയാം. ആരെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? എൻ്റെ ലൈഫിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാൽ തന്നെ അവരത് ചെയ്യും. പിന്നെ അതിന് പകരം നമ്മളിപ്പോൾ ഒരു ചിത്രശലഭത്തെ, ഒരു പൂമ്പാറ്റേനെയോ ഒരു തുമ്പീനെയൊക്കെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിലൊരു ഡെവിളായില്ലേ അല്ലേ? ആരെങ്കിലും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ലൈഫിൽ അതിനെ കൊല്ലണം? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടിക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്താൽ തന്നെ എനിക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കില്ല എല്ലാവർക്കും. അതെന്താ അങ്ങനെ? ഒരു ജീവിയെ മാത്രം നമുക്ക് കൊല്ലാം, മറ്റൊരു വിഭാഗത്തെ കൊല്ലാൻ പറ്റില്ല. ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദെയർ അപ്പിയറൻസ്? അതിൻ്റെ ഭംഗിക്കുറവുകൊണ്ടാണോ? ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പാറ്റ അത് വെളുത്ത് പൂമ്പാറ്റയെ പോലെ ആയിരുന്നെങ്കിൽ നമ്മൾ കൊല്ലായിരുന്നു. നമ്മുടെ ജഡ്ജ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഭംഗിയില്ലാത്ത എന്തിനേയും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും, ഭംഗിയുള്ളതിനൊക്കെ കൂട്ടുപിടിക്കും, നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കും. അതാണ് മനുഷ്യൻ. പക്ഷേ മൃഗങ്ങൾ അങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവരവരെ വിശപ്പിന് വേണ്ടിയിട്ടല്ലേ വേറൊരു മൃഗത്തിനെ കൊല്ലുന്നേ? നമ്മളങ്ങനെയാണോ? നമുക്ക് ഇഷ്ടമില്ലാത്തതിനൊക്കെ നമ്മൾ കൊല്ലും. അതെന്താ മനുഷ്യൻ മാത്രം അങ്ങനെ? ഞാനങ്ങനെ ജസ്റ്റ് ചിന്തിച്ചതാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ ഒരു ജീവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് ചെയ്ത കാര്യം ശരിയാണോ തെറ്റാണോ നോക്കിയിട്ടല്ല, നമ്മളതിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടാണ്, ഭംഗിയാണ് നോക്കുന്നത്. അപ്പം ഈ കൂറ, ഈ പാറ്റ, പല്ലി, എട്ടുകാലി, ഇതിനൊന്നും ഭംഗിയില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റായിട്ടാണ് കരുതുന്നത്. അതിപ്പോൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അതിനെ കൊല്ലണം, അടിച്ചു കൊല്ലണം. അതിന് പകരം നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ഒരു മിന്നാമിനിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ചു കൊല്ലുമോ? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യമാണത്. മനുഷ്യനെന്താ ഇങ്ങനെയെന്ന്. ബാക്കിയുള്ള ജീവികൾ, മൃഗങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വേറൊരു മൃഗത്തിനെ അവർ കൊല്ലുന്നത്. അവരപ്പം തന്നെ അത് കഴിക്കുകയും ചെയ്യും. കൊന്നാ പാപം തിന്നാത്തിരുന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം അവർ പുറമോടി നോക്കിയിട്ടോ പുറത്തെ ഭംഗി നോക്കിയിട്ടോ അല്ല ഒരു ജീവനെ ഇല്ലാതാക്കുന്നത്. അവർക്ക് വിശപ്പ് വന്നപ്പം അവരത് കഴിക്കുന്നു. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയില്ലാത്തതിനൊക്കെ തുടച്ച് നിൽക്കുക, ഭംഗിയുള്ളവർ മാത്രം മതി ഈ ഭൂമിയിൽ എന്നുള്ള കോൺസെപ്റ്റിൽ ജീവിക്കണ കുറേ ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരെയും പറയല്ല, മേ ബി മോസ്റ്റ്ലി 99% ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളും നല്ല ഭംഗിയുള്ള ജീവികളായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇത്രയും ഭംഗി കിട്ടുമായിരുന്നോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളത് എന്തായാലും മാറാൻ പോകുന്നില്ല. ദാറ്റ്സ് ഇറ്റ്.